ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SSLCക്കാരുടെ ബയോളജി എന്ന വിഷയത്തിലെ മൂന്നാമത്തെ പാഠമായ കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ് എന്ന പാഠത്തിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് ആ പാഠത്തിലെ 4 പ്രധാന ടോപ്പിക്കുകളാണ്. ബയോളജിക്കൽ ക്ലോക്ക് എന്താണ്, ബിഹൈൻഡ് ദ ഗ്രോത്ത്, ചൈൽഡ് ബർത്ത്, ബ്രസ്റ്റ് ഫീഡിംഗ്, മെയിൻ്റനൻസ് ഓഫ് വാട്ടർ ബാലൻസ്, ബിഹൈൻഡ് സെക്ച്വൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഏറ്റവും ആദ്യം വരുന്ന ടോപ്പിക്കാണ് ബയോളജിക്കൽ ക്ലോക്ക്. സ്ലീപ്പിംഗ് ആൻഡ് വേക്കിംഗ് അപ്പ് ആർ എക്സാമ്പിൾസ് ഫോർ റിതമിക് ബോഡിലി ആക്ടിവിറ്റീസ്. ദീസ് കൈൻഡ്സ് ഓഫ് ആക്ടിവിറ്റീസ് ആർ കൺട്രോൾഡ് ബൈ ദ പൈനിയൽ ഗ്ലാൻഡ് സീൻ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ബ്രെയിൻ. അതായത് താളാത്മകമായ ശരീരപ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ് ഉറക്കവും ഉണരലും. ഈ പ്രവർത്തനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ മസ്തിഷ്കത്തിലെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന പൈനിയൽ ഗ്രന്ഥിയാണ്. Melatonin, the hormone produced by this gland, helps to maintain the rhythm of our daily activities. നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോണാണ്. The production of melatonin is high at night and low during the day. അതായത് പകൽ സമയത്താണ് മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നതും രാത്രി സമയത്ത് മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം കൂടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ പകൽ സമയത്ത് ഉണർന്നിരിക്കുന്നതും രാത്രി സമയത്ത് ഉറങ്ങുന്നതും. This hormone also controls the reproductive activities of organisms that have definite reproductive periods. അതായത് കൃത്യമായ റിപ്രൊഡക്റ്റീവ് പീരീഡ് ഉള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഹോർമോണാണ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് പൈനിയൽ ഗ്ലാൻഡ്. നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ നടുക്കായിട്ടാണ് പൈനിയൽ ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ബിഹൈൻഡ് ദ ഗ്രോത്ത്. ദ ഗ്രോത്ത് ഓഫ് ദ ബോഡി ടേക്സ് പ്ലേസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഹോർമോൺസ്. ദ പ്യൂട്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസസ് ദ ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ ഗ്രോത്ത്. അതായത് ശരീര വളർച്ച കൺട്രോൾ ചെയ്യുന്നത് ഹോർമോണുകളാണ്. നമ്മുടെ ശരീരത്തിലെ പ്യൂട്യൂട്ടറി ഗ്ലാൻഡാണ് ശരീര വളർച്ചയ്ക്ക് കാരണമായ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്യൂട്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഹൈപ്പോതലാമസിൻ്റെ തൊട്ട് താഴെയാണ് പ്യൂട്യൂട്ടറി ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. അതിൽ പോർട്ടൽ വെയിൻ എവിടെയാണ്, നെർവൽ ഫൈബർ, പോസ്റ്റീരിയർ ലോബ് ഓഫ് പ്യൂട്യൂട്ടറി, ആൻറ്റീരിയർ ലോബ് ഓഫ് പ്യൂട്യൂട്ടറി, ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് എവിടെയാണെന്ന് അറിഞ്ഞു വെച്ചാൽ മതി. പ്യൂട്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. ദ ഹോർമോൺ ദാറ്റ് പ്രൊമോട്ട്സ് ഗ്രോത്ത് ഓഫ് ദ ബോഡി ഡ്യൂറിങ് ഇറ്റ്സ് ഗ്രോത്ത് ഫേസ് ഈസ് ദ ഗ്രോത്ത് ഹോർമോൺ. അതായത് നമ്മുടെ വളർച്ചാ ഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണിനെയാണ് വളർച്ചാ ഹോർമോണുകൾ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പേരാണ് സൊമാറ്റോട്രോപ്പിൻ. സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനത്തിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ ശരീര വളർച്ചയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. Gigantism. If the production of somatotropin increases during the growth phase, it leads to the excessive growth of the body. This condition is called gigantism. അതായത് നമ്മുടെ വളർച്ചാ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അത് അമിത വളർച്ചയാണ് നൽകുന്നത്. ഇതിനെയാണ് ഭീമാഗ്രത്വം അഥവാ ജൈഗാൻറ്റിസം എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഇറ്റ്സ് ലീഡ്സ് ടു അനദർ സ്റ്റേജ് കോൾഡ് ഡ്വാർഫിസം വെൻ ഇറ്റ്സ് പ്രൊഡക്ഷൻ ഡിക്രീസസ് ഡ്യൂറിങ് ദ ഗ്രോത്ത് ഫേസ്. അതായത് നമ്മുടെ വളർച്ചാ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറയുകയാണെങ്കിൽ വരുന്ന അവസ്ഥയാണ് വാമനത്വം അഥവാ ഡ്വാർഫിസം. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് എക്രോമെഗലി. എക്രോമെഗലി ഈസ് ദ കണ്ടീഷൻ കോസ്ഡ് ബൈ ദ എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ ആഫ്റ്റർ ദ ഗ്രോത്ത് ഫേസ്. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഗ്രോത്ത് ഓഫ് ദ ബോൺസ് ഓൺ ദ ഫേസ്, ജോസ് ആൻഡ് ഫിംഗേഴ്സ്. അതായത് എന്താണ് ഇനി അക്രോമെഗലി എന്ന് പറയാം. അതായത് നമ്മുടെ വളർച്ചാ ഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖം, താടിയെല്ല്, കൈവിരലുകൾ എന്നിവയ്ക്കുണ്ടാകുന്ന അമിതമായ വളർച്ചയെയാണ് എക്രോമെഗലി എന്ന് വിളിക്കുന്നത്. ആദ്യത്തെ ചിത്രത്തിൽ ഡ്വാർഫിസവും ജൈഗാൻറ്റിസവും ബാധിച്ച ആളുകളാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ അക്രോമെഗലി ബാധിച്ച ആളാണ്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ട്രോപ്പിക് ഹോർമോൺസ്. ദ ആൻറ്റീരിയർ ലോബ് ഓഫ് ദ പ്യൂട്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസസ് ഹോർമോൺസ് വിച്ച് റെഗുലേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് അതർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ദീസ് ആർ ട്രോപ്പിക് ഹോർമോൺസ്. അതായത് പ്യൂട്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ ലോബ് പുറപ്പെടുവിക്കുന്ന ഹോർമോൺസിനെയാണ് ട്രോപ്പിക് ഹോർമോൺസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തെ റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോണുകളാണ് ട്രോപ്പിക് ഹോർമോൺസ്. ഹെൻസ് ദ പ്യൂട്യൂട്ടറി ഗ്ലാൻഡ് ഹാസ് ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ് ഇൻ ദ എൻഡോക്രൈൻ സിസ്റ്റം. അതുകൊണ്ട് തന്നെ എൻഡോക്രൈൻ സിസ്റ്റത്തിലെ വളരെ പ്രാധാന്യമുണ്ട് പ്യൂട്യൂട്ടറി ഗ്ലാൻഡിന്. പീറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ ലോബ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണെന്നും അവയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം.
ആദ്യം വരുന്നത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH. ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ ACTH. ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ അഡ്രീനൽ കോർട്ടക്സ്. അഡ്രീനൽ കോർട്ടക്സിൻ്റെ പ്രവർത്തനത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ ഗൊണോഡോട്രോപിക് ഹോർമോൺ GTH. ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ ആക്ടിവിറ്റി ഓഫ് ടെസ്റ്റിസ് ഇൻ മെയിൽസ് ആൻഡ് ഓവറീസ് ഇൻ ഫിമെയിൽസ്. അതായത് പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനത്തെയും സ്ത്രീകളിൽ അണ്ഡാശയത്തിൻ്റെ പ്രവർത്തനത്തെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. നാലാമത്തെ ഗ്രോത്ത് ഹോർമോൺ അഥവാ സൊമാറ്റോട്രോപിക് ഹോർമോൺസ്. ഇറ്റ് പ്രൊമോട്ട്സ് ദ ഗ്രോത്ത് ഓഫ് ദ ബോഡി. നമ്മുടെ ശരീര വളർച്ചയെ പ്രൊമോട്ട് ചെയ്യുന്നു. ഏറ്റവും അവസാനത്തെ പ്രൊലാക്റ്റിൻ, പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്, മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നു. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ചൈൽഡ് ബർത്ത്, ബ്രസ്റ്റ് ഫീഡിംഗ്, മെയിൻ്റനൻസ് ഓഫ് വാട്ടർ ബാലൻസ്. അതായത് ജനനം, മുലയൂട്ടൽ, നമ്മുടെ ശരീരത്തിലെ ജലസന്തുലനം. The hormones oxytocin and vasopressin, which are secreted from the posterior lobe of the pituitary gland, are produced by special neurosecretory cells of the hypothalamus. അതായത് നമ്മുടെ ചൈൽഡ് ബർത്തിനെയും ബ്രസ്റ്റ് ഫീഡിങ്ങിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഈ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ പോസ്റ്റീരിയർ ലോബാണ്. പക്ഷേ ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഹൈപ്പോതലാമസിലെ പ്രത്യേക നാഡീകോശങ്ങളിലാണ്. The posterior lobe of the pituitary gland stores these hormones and releases into blood when required. അതായത് ഹൈപ്പോതലാമസിലെ പ്രത്യേക നാഡീകോശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ ഹോർമോൺസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ പോസ്റ്റീരിയർ ലോബിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അത് ആവശ്യം വരുമ്പോൾ ബ്ലഡിലേക്ക് കലർത്തുകയാണ് ചെയ്യുന്നത്. ഓക്സിറ്റോസിൻ്റെയും വാസോപ്രസിൻ്റെയും പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്സിറ്റോസിൻ, ഇറ്റ് ഫെസിലിറ്റേറ്റ് ചൈൽഡ് ബർത്ത് ബൈ സ്റ്റിമുലേറ്റിംഗ് ദ കോൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് ഇൻ ദ യൂട്ടേറിയൻ വോൾ. അതായത് ഗർഭാശയ ഭിത്തിയിലെ മിനുസമുള്ള മസിൽസിനെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്നത് ഓക്സിറ്റോസിനാണ്. ഓക്സിറ്റോസിൻ്റെ രണ്ടാമത്തെ ധർമ്മമാണ് ഇറ്റ് ഫെസിലിറ്റേറ്റ് ലാക്ടേഷൻ, അതായത് മുലപ്പാൽ ചുരത്തുന്നതിന് സഹായിക്കുന്നു. ഇനി അടുത്ത ഹോർമോണാണ് വാസോപ്രസിൻ. വാസോപ്രസിൻ്റെ മറ്റൊരു പേരാണ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ദ കിഡ്നി. അതായത് കിഡ്നിയിൽ നിന്ന് ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നത് വാസോപ്രസിൻ ആണ്. അതുകൊണ്ട് തന്നെ വാസോപ്രസിൻ ആണ് നമ്മുടെ ശരീരത്തിലെ ജലത്തിൻ്റെ അളവിനെ ക്രമീകരിക്കുന്നത്. എങ്ങനെയാണ് ബ്ലഡിൽ വാട്ടറിൻ്റെ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്തത് എന്ന് നോക്കാം. ഇതിന് സഹായിക്കുന്നത് വാസോപ്രസിൻ എന്ന ഹോർമോണാണ്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ബ്ലഡിൽ വാട്ടറിൻ്റെ കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാൽ വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു. ഇത് കിഡ്നിയിൽ നിന്ന് വെള്ളത്തിന് പുനരാകിരണം ചെയ്യുന്നത് കുറയ്ക്കുന്നു. അതുമൂലം കൂടുതൽ യൂറിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ അവസ്ഥ, അതായത് നമ്മുടെ ബ്ലഡിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറയുകയാണെങ്കിൽ വാസോപ്രസിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടുകയാണ് ചെയ്യുന്നത്. ഇത് കിഡ്നിയിൽ നിന്ന് വെള്ളത്തിന് റീഅബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ യൂറിൻ്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. അതായത് വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തിൽ വിയർപ്പ് കൊണ്ടും മറ്റും കൂടുതൽ ജലനഷ്ടമുണ്ടാകുമ്പോൾ വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കൂടുന്നു. പക്ഷേ മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു ചോദ്യമാണ്. ഹൗ ഡസ് ഡിക്രീസ് ദ സെക്രീഷൻ ഓഫ് വാസോപ്രസിൻ എഫക്റ്റ് ദ ബോഡി? അതായത് ശരീരത്തിൽ വാസോപ്രസിൻ്റെ സെക്രീഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? വെൻ ദ പ്രൊഡക്ഷൻ ഓഫ് വാസോപ്രസിൻ ഡിക്രീസസ്, ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ദ കിഡ്നി ഈസ് ഡിക്രീസ്ഡ് ആൻഡ് എക്സസ് എമൗണ്ട് ഓഫ് യൂറിൻ ഈസ് എലിമിനേറ്റഡ്. ദിസ് കണ്ടീഷൻ ഈസ് നോൺ ആസ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. അതായത് നമ്മുടെ ശരീരത്തിൽ വാസോപ്രസിൻ്റെ അളവ് കുറയുമ്പോൾ കിഡ്നിയിൽ നിന്ന് വെള്ളത്തിൻ്റെ പുനരാകിരണത്തെ കുറയ്ക്കുന്നു. ഇത് എക്സസ് എമൗണ്ട്, കൂടുതൽ എമൗണ്ട് യൂറിൻ പുറന്തള്ളപ്പെടുന്നു. ഈ കണ്ടീഷനെയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. ഫ്രീക്വൻറ്റ് യൂറിനേഷൻ, ഇൻക്രീസ്ഡ് തേഴ്സ്റ്റ് എക്സെട്ര ആർ ദ സിംറ്റംസ്. അതായത് കൂടെയുള്ള മൂത്രവിസർജനം, പിന്നെ അമിതമായ ദാഹം എന്നിവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ബിഹൈൻഡ് സെക്സ്വൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ലൈംഗിക സവിശേഷതകൾക്ക് പിന്നിൽ. അതായത് ഓവറീസും ടെസ്റ്റിസും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകളെയാണ് സെക്സ് ഹോർമോൺസ് എന്ന് വിളിക്കുന്നത്. ടെസ്റ്റിസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് ടെസ്റ്റിസ്റ്റിറോൺ. ഇറ്റ് കൺട്രോൾ സെക്കൻഡറി സെക്സ്വൽ ക്യാരക്ടേഴ്സ് സച്ച് ആസ് ചേഞ്ച് ഇൻ വോയിസ്, ഗ്രോത്ത് ഓഫ് ഹെയർ, ഡെവലപ്മെൻറ്റ് ഓഫ് റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആൻഡ് സ്പേം പ്രൊഡക്ഷൻ. അതായത് പുരുഷന്മാരിലെ ദ്വിതീയ സെക്സ്വൽ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ടെസ്റ്റോസ്റ്റെറോൺ ആണ്. അതായത് ശബ്ദമാറ്റം,
രോമ വളർച്ച, കൂടാതെ ലൈംഗിക അവയവങ്ങളുടെ വളർച്ച എന്നിവ. ഇതുകൂടാതെ ബീജോൽപാദനത്തിനും സഹായിക്കുന്നത് ടെസ്റ്റോസ്റ്ററോൺ ആണ്. നെക്സ്റ്റ് വരുന്നതാണ് ഓവറി സെക്രീറ്റ് ചെയ്യുന്ന 2 ഹോർമോണുകളാണ് ഈസ്ട്രോജനും പ്രൊജസ്റ്ററോണും. ഈസ്ട്രോജൻ കൺട്രോൾസ് സെക്കൻഡറി സെക്സ്വൽ ക്യാരക്ടേഴ്സ്, ഓവുലേഷൻ, മെൻസ്ട്രുവൽ സൈക്കിൾ എറ്റ്സെട്ര. അതായത് സ്ത്രീകളിലെ ദ്വിതീയ ലൈംഗിക സവിശേഷതകളായ അണ്ടോൽപാദനത്തെയും ആർത്തവ ചക്രത്തെയും കൺട്രോൾ ചെയ്യുന്നത് ഈസ്ട്രോജനാണ്. പ്രൊജസ്റ്ററോൺ ചെയ്യുന്നത് ഇറ്റ് കൺട്രോൾസ് ഓവുലേഷൻ, മെൻസ്ട്രുവൽ സൈക്കിൾ ആൻഡ് ഇംപ്ലാന്റേഷൻ ഓഫ് എംബ്രിയോ ഇൻ ദ യൂട്രസ്. അതായത് അണ്ടോൽപാദനത്തെയും ആർത്തവ ചക്രത്തെയും കൂടാതെ ഭ്രൂണത്തെ ഗർഭാശയ ഭിത്തിയിൽ നിലനിർത്തുന്നതും പ്രൊജസ്റ്ററോൺ ആണ്. കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ് എന്ന പാഠത്തിലെ പ്രധാനപ്പെട്ട 4 ടോപ്പിക്കുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വിശദീകരിച്ചത്. ഈ പാഠത്തിലെ അവസാനത്തെ ടോപ്പിക്കുകളുമായി പുതിയ വീഡിയോയിലൂടെ കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഇനാബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. എനിവേ, താങ്ക് യു.